തെരുവുനായ ആക്രമിച്ച വയോധിക 84 വയസ്സുകാരിയുടെ കാർത്തിയായനി മരണവാർത്ത നമ്മളെ ഞെട്ടിച്ചിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് ഈ തെരുവുനായ ആക്രമണം നടത്തിയത്. കടിച്ചാകെ പരിക്കേൽപ്പിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ മുഖത്ത്. ബാക്കി ആ തെരുവുനായ അത്ര ക്രൂരമായിട്ടാണ് ഈ വയോധികയെ ആക്രമിച്ചത്. ഇന്ന് 84കാരിയുടെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കും. തകഴി സ്വദേശിയായ കാർത്തിയായനിയെ മകൻ പ്രകാശിന്റെ ആറാട്ടുപുഴയിലെ വീട്ടിൽ വെച്ച് ഇന്നലെയാണ് തെരുവുനായ ആക്രമിച്ചത്. പ്രകാശിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം ആദ്യം. ഇപ്പോൾ അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, നാട്ടുകാർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. തെരുവുനായ ആക്രമണം ആ പ്രദേശത്ത് വളരെ കൂടുതലുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വളരെ ക്രൂരമായ, അടുത്ത കാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ തെരുവുനായ ആക്രമണമാണ് ആലപ്പുഴയിൽ ഇന്നലെ സംഭവിച്ചത്, കാർത്തിയായനിക്ക് സംഭവിച്ചത്. ആ സമയത്ത് അമ്മയുടെ വേദന എന്തായിരിക്കും? വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു അമ്മ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്താണ് തെരുവുനായ വീട്ടിലേക്ക് വന്ന് ഈ അമ്മയെ കടിച്ച് കീറുന്നത്. മുഖത്ത് വലിയ പരിക്കുകളുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഒറ്റയ്ക്ക് ഒരു അമ്മ പെട്ടുപോവുകയും ഒരു വലിയ തെരുവുനായ ആക്രമണത്തിൽ പെട്ടുപോവുകയും ചെയ്താൽ എന്താ സംഭവിക്കുകയെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നാട്ടുകാർ വലിയ പ്രതിഷേധമുണ്ട്. അടുത്തിടെയായിട്ട് തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് ആ പ്രദേശങ്ങളിൽ. പലയിടങ്ങളിലും തെരുവുനായുണ്ട്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മമാരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഗേറ്റുകളൊക്കെ കൃത്യമായിട്ട് അടച്ചിടാൻ ശ്രമിക്കണം. ഇനി ഗേറ്റ് ഇല്ലാത്ത വീടുകളാണെങ്കിൽ വാതിലുകളൊക്കെ അടച്ചിട്ട് വീട്ടിലിരിക്കുക. കാർത്തിയായനി അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ഒന്നും സംഭവിക്കാൻ പാടില്ല. സാധുവായൊരു സ്ത്രീ, അവരുടെ മുഖത്ത് വലിയ രീതിയിലുള്ള പരിക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാർത്തിയായനി അമ്മയുടെ മകൻ പ്രകാശ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. സാറിന് അമ്മ അവിടെ ഇരിക്കുന്നു. അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു. അമ്മ അവിടെ എണ്ണീച്ച് രാവിലെ ഇറങ്ങിയിരിക്കും. ഞാൻ മിക്കവാറും ദിവസം പറയാം, അമ്മ എന്തിനായി അതിരാവിലെ ഇരിക്കുന്നത്? അപ്പം കൊതുകടി കൊള്ളുന്നു. അപ്പം പറയും, മോനെ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിശ്രമിക്കട്ടെ, അകത്തെപ്പോഴും കയറി ഇരിക്കേണ്ട ഇടുക്കുമുറി. അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു. പിന്നെ ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും, ചിലപ്പോൾ അകത്ത് പിന്നെ കയറി കഴിക്കും. അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അല്ലാതെ ആ വാതിലിൻ്റെ അവിടെ അമ്മ കസേര ഇരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കും. അല്ലാതെ വേറെ അമ്മ കിടപ്പായിട്ടല്ലല്ലോ അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നമുക്കിപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, മകൻ വിവരിക്കുമ്പോൾ തന്നെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പാവം ആ സ്ത്രീ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ അല്ലമീൻ? ഒരു സംശയവുമില്ല അരുൺകുമാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുപുഴയിലെ ഈ ഇന്നലെ അമ്മയ്ക്ക് കടിയേറ്റ ആ വീടിൻ്റെ, പ്രകാശിൻ്റെ വീടിൻ്റെ പരിസരത്താണ്. ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. അതായത് ഈ പ്രകാശൻ പറഞ്ഞ വീടിനുള്ളിൽ ഒരു ഷെഡുണ്ട്. അമ്മ പലപ്പോഴും പകൽ സമയങ്ങളിലേക്ക് അവിടെയാണ് കിടക്കാറെന്ന് പ്രകാശൻ പറയുന്നു. പ്രകാശൻ പറഞ്ഞത് പകൽ സമയങ്ങളിൽ, പ്രകാശൻ പറയുന്നത് രാത്രി സമയങ്ങളിൽ അമ്മ അങ്ങനെ കിടക്കാറില്ല, പകൽ സമയത്താണ് അമ്മ കിടക്കുന്നത്. നമുക്ക് ആ ഷെഡ് കാണാം. വീട്ടിൻ്റെ പുറത്തായിട്ട് അത്തരത്തിലൊരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അത് പ്രകാശൻ പറയുന്ന മുമ്പ് പ്രകാശൻ തന്നെ കിടക്കാനും വാഹനം പാർക്ക് ചെയ്യാനും വേണ്ടിയൊക്കെ കെട്ടിയ ഷെഡാണ്. കഴിഞ്ഞ 1 വർഷമായി അമ്മ തനിക്കൊപ്പമുണ്ട്, ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് അമ്മ വന്നതിന് ശേഷം അമ്മ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരാറുണ്ട്, ഇവിടെ വന്ന് കിടക്കാറുണ്ട്. ഇവിടെ ഒരാൾക്ക് കിടക്കുന്നതിനുള്ള സംവിധാനവും വെള്ളം കുടിക്കുന്നതിന് പാത്രങ്ങളും കസേരകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വസ്ത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നലെ അമ്മയ്ക്ക് ഈ കടിയേൽക്കുന്നത്. ഈ വീട് ഒരു തീരദേശ മേഖലയിലാണ് അരുൺകുമാർ ഈ വീട് എന്ന് പറയുന്നത്. വീട്ടിൻ്റെ മുൻഭാഗം മാത്രമാണ് ചുവരും ഗേറ്റുമുള്ളത്. ബാക്കി ഭാഗമെല്ലാം ഈ ഷീറ്റും അതുപോലെ തന്നെ ചാക്ക് കെട്ടുകളൊക്കെ വെച്ച് കെട്ടിമറച്ച രീതിയിലാണ് ബാക്കി ചുറ്റുഭാഗമൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ അമ്മ കിടക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ ഈ ഷീറ്റും മറ്റ് ചാക്കൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പൊത്തുചാടി ഇതിനകത്ത് കൂടിയാണ് ഈ തെരുവ് നായകൾ അകത്തേക്ക് വന്നത്. പ്രകാശൻ പറയുന്നത് ഇന്നലെ 4 മണിയോടുകൂടി ഇവിടെ എത്തുമ്പോഴാണ് ഈ പരിസരത്ത് ചോര വാർന്ന നിലയിൽ അമ്മ കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് തന്നെ 3 നായകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രകാശൻ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു വളർത്തുനായുണ്ട്. അതായത് ഈ അമ്മ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വളർത്തുനായ വീട്ടിലുണ്ട്. അത് ഇവിടെ കിടക്കുന്ന നമുക്ക് കാണാം, അതിൻ്റെ ഭക്ഷണമൊക്കെ കാണാം. ഇന്നലെ പ്രകാശൻ വരുമ്പോൾ ഈ വളർത്തുനായ ഈ അകത്തുണ്ടായിരുന്ന 3 നായകളിൽ ഒരെണ്ണത്തിൻ്റെ കഴുത്തിന് പിടലേക്ക് കടിച്ചു വെച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് പ്രകാശൻ പറയുന്നത്. സ്വാഭാവികമായും ആ അമ്മയെ ആക്രമിച്ച ആ നായയായിരിക്കണം വളർത്തുനായ ആ രീതിയിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. മുമ്പൊരിക്കൽ ഈ നായയും അതുപോലെ തന്നെ തെരുവ് നായകൾ കയറി വന്ന് ആക്രമിച്ചിട്ടുണ്ട് എന്നുകൂടി പ്രകാശൻ പറയുകയാണ്.